أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവിത വിഭവങ്ങളും സൗകര്യങ്ങളും ബുദ്ധിയും ചിന്തയും വിവേചന കഴിവുമൊക്കെ പടച്ചവന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സവിശേഷമായ സൃഷ്ടികളായിട്ടാണ് അള്ളാഹു മനുഷ്യന് അത് നൽകുകയും അവനെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു ജീവജാലത്തിനും നൽകാത്ത വിവരവും വിവേകവും കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ഹിക്മത്തും ഇൽമും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ ഖുർആൻ അതൊക്കെ മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് കണക്കാക്കിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്നവരാണ് സത്യവിശ്വാസം. അള്ളാഹു നമുക്ക് നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും അവന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുകയും അതുവഴി പരലോകത്ത് വിജയം കൈവരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ അധ്യയന വർഷം, നമ്മുടെ മക്കളൊക്കെ സ്കൂളിലെത്തി. 2 മാസത്തെ അതികഠിനമായ ചൂടും വെക്കേഷനും എല്ലാം കൂടിയായി നമ്മുടെ മക്കള് ഫ്രീ ആയി. ഇപ്പൊ അവരൊക്കെ വീണ്ടും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിജ്ഞാനം തേടി മദ്രസകളിലും സ്കൂളുകളിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നാഫിയായ ഇൽമ് കരഗതമാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ അജണ്ടയിലെ ഒന്നാമത്തെ വിഷയമാണ്. ഗൾഫ് കുടിയേറ്റം നമുക്കുണ്ടാക്കിയ ഏറ്റവും വലിയൊരു പുരോഗതി മക്കളുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ കാര്യമായ പങ്ക് വഹിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ്. നമ്മുടെ മുതിർന്ന തലമുറ പലപ്പോഴും പരിതപിക്കാറുള്ള ഒരു വിഷയമുണ്ട്. അവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല, അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, കലാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഗൾഫിലേക്ക് കുടിയേറിയ ആദ്യകാല പ്രവാസികൾ മുതൽ തന്നെ ഞങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളെ മക്കൾ പഠിക്കണം എന്ന ഒരു വാശിയോടെ അരമുറുക്കിയെടുത്ത് ഭക്ഷണത്തിലൊക്കെ കുറവ് വരുത്തി ജീവിത സാഹചര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് അവർ തങ്ങളെ മക്കളെ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് സർക്കാരുകൾ മാത്രമുണ്ടാക്കിയ ഒരു വിപ്ലവമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അവരുണ്ടാക്കിയിട്ടുണ്ട്. കാലത്തിനനുസൃതമായ പുരോഗതി നമ്മുടെ വൈജ്ഞാനിക രംഗത്ത് സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വിശേഷിച്ചും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആര് മാറി മാറി ഭരിച്ചാൽ അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മുസ്ലിം സമൂഹത്തിനുണ്ടായ വൈജ്ഞാനികമായ പുരോഗതിയുടെ വലിയ ഒരു ക്രെഡിറ്റ് നമ്മൾ പാവം പ്രവാസികൾക്ക് തന്നെ നൽകണം. കാരണം അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമവും അവരുടെ ദീർഘവീക്ഷണം ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി അത്ര ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടി അവരുടെ ദീർഘവീക്ഷണം അതിന് അങ്ങനെ തന്നെ അടിവരയിടണം. ആണ് ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല വിദ്യാഭ്യാസ രംഗത്ത് എത്തിപ്പെടാനുള്ള കാരണം. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഹൈടെക് മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണോ മുസ്ലിം സമൂഹം പിന്നോക്കമായിട്ടുണ്ടായിരുന്നത് ആ മേഖലകളിലൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുന്നോട്ട് വരാനും ഒരു വേള ഇതര സമൂഹങ്ങളെ കവച്ചുവെക്കുന്ന രീതിയിൽ നമുക്ക് മുന്നേറാനും കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന്റെയും ഇടപെടലിന്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കും. ഒരു പുതിയ അധ്യയന വർഷം കൂടി തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളതോടൊപ്പം തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസ
അവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞപ്പോഴും പഠിപ്പിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴുമൊക്കെ ഒരു പദപ്രയോഗം വളരെ പ്രസക്തമായിരുന്നു. ഇൽമൻ നാഫിയ, പ്രയോജനകരമായ വിജ്ഞാനം. ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നത് ആ ഇൽമുൻ നാഫിന്റെ തിണ്ണബലത്തിലായിരുന്നു. അവിടെ എവിടെയോ ഒരു കുറവ് നിലവിൽ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങേയറ്റം മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു കുറവ് ഇസ്ലാമിക സമൂഹത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മൾ മക്കളെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് കേവലം നാട്ടിലെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാത്രമല്ല. അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഒരു ദൗത്യമാണ്, ഇബാദത്താണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദു, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിന്റെ ഭാഗം തന്നെയാണ് ജീവിതത്തിന്റെ സകലമാന മേഖലകൾ. നമ്മൾ വിദ്യാഭ്യാസത്തിന് കേവലാർത്ഥത്തിൽ ഇങ്ങനെ പണമെറിയല്ല. നമ്മളൊരു പറച്ചിലുണ്ട്, അവർ പഠിക്കട്ടെ, അവർ ദീനിന് ഉപകാരപ്പെടുന്ന, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ല മക്കളായി വളരട്ടെ. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. വിശേഷിച്ചും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മതപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് വിജ്ഞാനം നേടിയെടുക്കുക എന്നത്. അങ്ങേയറ്റം പുണ്യമായ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വരെ ചിറക് പിരിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങള് തസ്ബീഹ് ചെല്ലുന്ന ഒരു പണിയാണ് വിജ്ഞാനം അന്വേഷിക്കൽ എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ. ആ ഒരു ബോധവും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇനി നമ്മൾ വല്ലാതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ എന്ന ചിന്ത. അതല്ലെങ്കിൽ അതങ്ങനെ ആവണം, എങ്കിലേ നമ്മൾ ആ ചെയ്യുന്നത് പടച്ചോൻ ഭാഗത്ത് ഉപകാരപ്പെടുള്ളൂ. മക്കൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഈ ചെയ്യുന്നത് ഇന്ന നിയ്യത്തിലാണ്, എന്റെ മകനോ മകളോ പഠിക്കണം, കാരണം എന്നെ എന്റെ പ്രവാചകനും എന്റെ റബ്ബും ഏൽപ്പിച്ച ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ നല്ല മക്കളായി വളർത്തുക, അവരെ നല്ല വിജ്ഞാനമുള്ളവരായി വളർത്തുക. കാരണം പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത് വിജ്ഞാനമുള്ളവര് മാത്രമേ അള്ളാഹുവിനെ കണ്ടെത്തുകയുള്ളൂ എന്നാണ്. പടച്ചവനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ലോകത്തിലെ ആദ്യമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ അലഖിലെ ആദ്യത്തെ സൂക്തങ്ങൾ ഹിറാ ഗുഹയെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു കൊടുത്ത സൂക്തങ്ങളാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ രേതസ്കണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ, വീണ്ടും നിങ്ങൾ വായിക്കുക. വറബ്ബുക്കൽ അക്രം, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് അത്യുദാരനാണ്, അങ്ങേയറ്റം മഹത്വമുടയവനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, നിങ്ങളെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവന് മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ചവനാണ് റബ്ബ്. അതുകൊണ്ട് അറിയാത്തീരങ്ങളെ തേടിപ്പോവലും പേന കൊണ്ട് എഴുതലും ആ പേന കൊണ്ട് എഴുതി തീരങ്ങളിലൂടെ യാത്ര ചെയ്ത് റബ്ബിനെ കണ്ടെത്തലുമൊക്കെ വിജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് മനസ്സിലാക്കും. പരിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ വിജ്ഞാനത്തിന്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിയുന്നവരും അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ സമമാകുമോ? പ്രവാചകരെ അവരോട് ചോദിക്കണം. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, വിജ്ഞാനം നേടി ബുദ്ധി വികസനം നേടിയ ബുദ്ധിമാന്മാര് മാത്രമേ അള്ളാഹുവിനെ സ്മരിക്കുകയുള്ളൂ, അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഓർക്കൂല എന്നല്ല. ഇവര് ചിന്തിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് റബ്ബിന്റെ ഖുദ്റത്തിനെ കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ്, വിജ്ഞാനം നേടിയവർക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മാത്രമല്ല, ലോകത്ത് സത്യം കണ്ടെത്തുന്നത് അറിവുള്ളവരാണ്. വയറല്ലദീന ഊത്തുൽ ഇൽമ അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്, പ്രവാചകരെ വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക, നിനക്ക് താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന ഈ വേദഗ്രന്ഥം അതിനെ അവർ മനസ്സിലാക്കുന്നു. ഹുവൽ ഹഖ്, അത് യാഥാർത്ഥ്യമുള്ളതാണെന്ന് ഖുർആനിന്റെ യാഥാർത്ഥ്യം അവർ കണ്ടെത്തും. വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യാർഹവാനായ പ്രതാപവാനായ പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക് അവർ സന്മാർഗ ദർശനം നൽകുകയും ചെയ്യും. ഒരാളുകളെ ഹിദായത്തിലേക്ക് എത്തിക്കുന്ന പണി നടത്തും.
മനുഷ്യൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു കുദ്റത്താണ് നേരത്തെ ഞാൻ പഠിപ്പിച്ച അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കത് കേവലം ഒരു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന്റെ പേര് മാത്രമല്ല, അള്ളാഹു മനുഷ്യന്റെ വിജ്ഞാന സമ്പാദനത്തിന് ഇറക്കിക്കൊടുത്ത ഏറ്റവും അമൂല്യമായ ഒരു ആയുധാണ് പേന. ഒരു ആയുധാണ് മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായത് എഴുതാനുള്ള ഒരു ആയുധമെന്നാണ് ഖുർആൻ അതിനെ പഠിപ്പിച്ചത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പേനയാണ് സത്യം, അതുകൊണ്ട് എഴുതുന്നതുമാണ് സത്യം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു വൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച ഒരു വസ്തു എന്ന് പറയുന്നത് പേനയാണ്. ഫഖാല ലഹു ഉക്തുബ്, ആ പേനയോട് പറഞ്ഞു അല്ലാഹു എഴുതുക. ഖാല റബ്ബി വമാദാ അക്തുബ്, പേന തിരിച്ചു റബ്ബിനോട് ചോദിക്കുകയാണ്, ഞാൻ റബ്ബേ എന്താണ് ഞാൻ എഴുതേണ്ടത്? ഖാല, അല്ലാഹു പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പരിണിതിയെ കുറിച്ച് നീ എഴുതണം. ഹത്താ തഖൂമസ്സ, അന്ത്യനാള് വരെ മനുഷ്യ ജീവിതത്തിന്റെ പ്രപഞ്ചം ഉൾക്കൊള്ളുന്ന അതീവ രഹസ്യ നിഗൂഢതകളെ എല്ലാം അനാവരണം ചെയ്തുകൊണ്ട് നീ എഴുതണം എന്ന് പേനയോട് പറഞ്ഞു. നിങ്ങൾ നോക്ക്, ചരിത്ര പുസ്തകങ്ങൾ, സയൻസ് ഗ്രന്ഥങ്ങൾ, ലോകം ഇന്ന് വരെ കണ്ട എല്ലാ വൈജ്ഞാനികമായ ശേഖരങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ചെറിയ പേനയാണ്. അത് ശാസ്ത്രജ്ഞന്റെ പേനയാണെങ്കിലും ചരിത്രകാരന്റെ പേനയാണെങ്കിലും ഡോക്ടറുടെ പേനയാണെങ്കിലും എഞ്ചിനീയറുടെ പേനയാണെങ്കിലും ആരുടേതാണെങ്കിലും ശരി, അത് അനാവരണം ചെയ്യുന്നത് ലോകത്തിന്റെ സത്യങ്ങളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ച അതീവ ഗൗരവതരമായ സംവിധാനങ്ങളെ കുറിച്ചാണ് അത് അന്നും എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹത്താ തഖൂമസ്സാ, അന്ത്യനാള് വരുന്നത് വരെ അത് ആ പണി നിർവഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പേന പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോ, 1ാം ക്ലാസ്സിലോ ബാലവാടിയിലോ അല്ലെങ്കിൽ മോണ്ടിസോറിയിലോ പോകുമ്പോ നമ്മുടെ മക്കളെ കൈ പിടിച്ചിട്ട് അലിഫ് ബ ആ ത എ ബി സി ഡി എന്നൊക്കെ എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം, എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച ഒരു ആയുധം കൊണ്ടാണ് ഞാൻ ഈ പണി നിർവഹിക്കുന്നത്. ഹത്താ തഖൂമസ്സാ, അന്ത്യനാള് വരെ നിലനിൽക്കുന്ന ഒരു വലിയ പണിയായുധം, മനുഷ്യ ജീവിതത്തെ അനാവരണം ചെയ്യുന്ന മഖാദീറുകളെ പടച്ചതമ്പുരാന്റെ രഹസ്യങ്ങളുടെ കോട്ടകൾ തുറക്കുന്ന മിഫ്താഹാണ് കലം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹദീസുകളിൽ നോക്കിയാൽ വിജ്ഞാനത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന അനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ പഠിക്കാറുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. നമ്മളെല്ലാ പരിപാടികളിലും സാധാരണ കേൾക്കാറുള്ള ഒരു ഹദീസാണ്. വിജ്ഞാനം നേടുക എന്നത് ഒരു മനുഷ്യന്റെ, മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും ഫർളായ ബാധ്യതയാണ്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ വിജ്ഞാനമൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചൊരു കാലത്താണല്ലോ. നമുക്കൊന്നും വേണ്ട, നമ്മളെല്ലാം തേഞ്ഞിരിക്കുന്നവരാ. ഒരു പുസ്തകം വായിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും നമ്മള് ഒരു പേന കൊണ്ട് എന്തെങ്കിലും എഴുതിയിട്ട്, പണ്ട് നമ്മൾ കത്തെങ്കിലും എഴുതാറുണ്ടായിരുന്നു, ഇപ്പൊ കത്തും എഴുതില്ല. ഒരു പേന കൊണ്ട് എഴുതിയിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട് ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം ഒന്ന് പഠിച്ചു നോക്കിയിട്ട് ഉള്ളവരുണ്ടാകാൻ ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷേ കുറേയായി അത്തരം മേഖലകളിലൂടെ കടന്നു പോകാത്ത ആളുകളാണ് കൂടുതൽ. അവര് മനസ്സിലാക്കാൻ വേണ്ടിയാ ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇവിടെ ഈ കുട്ടിയെ പറഞ്ഞിട്ടില്ല. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ തിൽമീദി വ തിൽമീദ എന്നല്ല പറഞ്ഞത്. ഓരോ വിദ്യാർത്ഥിനിക്കും വിജ്ഞാനം നേടൽ നിർബന്ധമാണ്. അത് സ്കൂളിൽ മാഷും ഉസ്താദും പറഞ്ഞതാ. ഇവിടെ പറഞ്ഞതല്ല. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഓരോ മുസ്ലിമിനും മുസ്ലിമായ ആണിനും പെണ്ണിനും വിജ്ഞാനം മരണം വരെ വിജ്ഞാനദാഹിയായി ജീവിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഭാഗ്യമാണ്, നിർബന്ധ ബാധ്യതയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്, ഒരു മനുഷ്യനുണ്ടാക്കുന്നതിൽ ആ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അഫ്ളലായ സംഗതി എന്താണ്? അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല ത്വലബുൽ ഇൽം. ഇമാം മാലിക്കിന്റെ മറുപടി വിജ്ഞാനം അന്വേഷിക്കലാണ്. അത് എവിടെന്നെങ്കിലും ഒരു പൊട്ട് കിട്ടുമോ? അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് മദീനയിലേക്ക് ഒരു മനുഷ്യൻ, മദീനയിൽ നിന്ന് അദ്ദേഹം വന്നുള്ളത് മക്കയിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി. ഒരു ഹദീസ് അദ്ദേഹം കേട്ടിട്ട് അത്രയും ദൂരം യാത്ര ചെയ്തു വരികയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ വരവിൽ സംശയം തോന്നിയിട്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വന്നത് വല്ല കച്ചവട ആവശ്യത്തിനാണോ? അല്ല, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇന്ന ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അദ്ദേഹം പറയണം, അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ, തിരിച്ചു വരുന്നവരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മാത്രമല്ല മലക്കുകൾ അവരുടെ ചിറകുകൾ അവന് വിരിച്ചു കൊടുക്കും.
സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ആ വന്ന മനുഷ്യനോട് പറയാൻ. അതാണ് മുസ്ലിം വിജ്ഞാനം അന്വേഷിക്കും. നമ്മൾ ആലോചിക്കേണ്ട മറ്റു കാര്യം കൂടി ഉണ്ട്. അള്ളാന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണല്ലോ ഇപ്പറഞ്ഞ എല്ലാ വിജ്ഞാനീയങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ പ്രചരിച്ചത്. അതുവരെ ജാഹിലിയ യുഗം എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു സമൂഹത്തിൽ എന്തായാലും വിജ്ഞാനത്തിന്റെ വെളിച്ചമില്ല നമുക്ക് ഉറപ്പാണ്. ബാക്കി മുഴുവൻ കിട്ടിയത് അള്ളാന്റെ റസൂലിന്റെ നുബുവത്തിന് ശേഷമാണ്. അതിനു മുമ്പ് റസൂലും വലിയ തത്വജ്ഞാനമൊന്നും അവരെ പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി അൽ അമീനായിരുന്നു എന്നത് മാറ്റി നിർത്തിയാൽ വലിയ തത്വജ്ഞാനിയായി അവരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നില്ല. പക്ഷെ അങ്ങനെ നുബുവത്ത് കിട്ടുന്നത് തന്നെ റസൂലിന് 40-ാമത്തെ വയസ്സിൽ. ആ 40-നോട് അടുത്ത പ്രായമോ ഏറിയും കുറഞ്ഞൊക്കെ ഉള്ളവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ ഇബ്നു ഖത്താബും ഉസ്മാൻ റളിയല്ലാഹുവിനും അലി ഇബ്നു അബീ ത്വാലിബും അതുപോലെയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബിമാർ. അവരിൽ ആകെ കൂടി അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ള അല്ലെങ്കിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ള കുറച്ച് കുട്ടികളാണുള്ളത്. ബാക്കി മുഴുവൻ 40, 30, 35, 45 ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഇവരാണ് ലോകത്തിലെ വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ ആദ്യ കാരണക്കാർ. പിന്നീട് ലോകം മുഴുവൻ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ പടർന്നു പന്തലിച്ച് ബാഗ്ദാദിലും കൂഫയിലും ബസ്രയിലുമൊക്കെ ഇസ്ലാമിക ലൈബ്രറികളും കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ പടർന്ന് പന്തലിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമാകുന്നതിന് കാരണക്കാരായത് ഇപ്പറഞ്ഞ 40-കാരും 30-കാരും 35-കാരും ഒക്കെയാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ഫളൽ ആലിമി അലൽ ആബിദ്. ആലിം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമുള്ള ആള്, ആബിദ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനമില്ല പക്ഷെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് 24 ജീവിക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും, അതാണ് ആബിദ്. അത് തമ്മിലുള്ള വ്യത്യാസം കഫളിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിറിൽ കൗകബ്. 14-ാം രാവിലെ സൂര്യനും മറ്റു നക്ഷത്രങ്ങളും തമ്മിലുള്ളത് പോലുള്ള വ്യത്യാസമാണ് ഒരു ആലിമും ആബിദും തമ്മിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലെ വിശ്വാസികളെയും വല്ലദീന ഊതുൽ ഇൽമ വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പദവി ഉയർത്തിയിരിക്കുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാഹു അറിയുന്നവനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ നമ്മുടെ സമൂഹത്തിന് പറ്റിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന ഹദീസും ആയത്തൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു സൈഡിലേക്ക് പോകും. ഇതൊക്കെ ഫിറ്റ് ആകുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കല്ല, CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടിക്കല്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിക്കല്ല, ഡോക്ടർക്കല്ല, എഞ്ചിനീയർക്കല്ല, ആസ്ട്രോണമിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ മേഖലകളിൽ പഠിക്കുന്ന എയറോനോട്ടിക്കൽ ഒന്നുമല്ല. മറിച്ച് ആർക്കാണ് ഈ തലബുൽ ഇൽമു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പള്ളി ദർസിലോ മദ്രസകളിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം. അവിടെയാണ് നമുക്ക് ആദ്യത്തെ ചുവട് പിടിച്ചത്. ഇൽമു എന്ന പദത്തിന് അറബി ഭാഷയിലെ സാങ്കേതികമായ അർത്ഥം ശാസ്ത്രം എന്നാണ്. ഇൽമു തിബ് എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം എന്നാണ്. ഇൽമുൽ ഫുൽക്ക് എന്ന് പറഞ്ഞാൽ ഗോളശാസ്ത്രം എന്നാണ്. അവിടെ എവിടെ മതപരമായ വിജ്ഞാനം? ഇൽമു തിബിൽ എവിടെ മതം എന്ന് പറയാൻ? ആ സാങ്കേതികമായ മതം എവിടെ? എല്ലാ മതമാണ്, അത് വേറെ വിഷയം. ഇൽമുൽ ഫുൽക്കിൽ ഗോളശാസ്ത്രത്തില് അവിടെ ഇല്ലല്ലോ. പക്ഷേ ഇൽമു എന്നാ ഖുർആൻ പഠിപ്പിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞ, ഇൽമു നേടാൻ പറഞ്ഞ, തൊലബുൽ ഇൽമു ഫരീളത്താണെന്ന് പറഞ്ഞത് ഇപ്പറഞ്ഞ എല്ലാ ഗണത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും ബാധകമാണ്. ആ രീതിയിൽ അതിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു വലിയ വിഭാഗം മക്കള് അവരങ്ങനെ ഭൗതികത നേടിയ മക്കള്, മറ്റത് ദീന് നേടിയ മക്കൾ. അവിടെ എന്താ സംഭവിച്ചത്? ഭൗതികത നേടിയ മക്കൾക്ക് ദീനുമായിട്ട് യാതൊരു ബന്ധമില്ല, അവർ മിസ്റ്റർമാരാണ്. ഇനി ദീന് നേടിയവർക്കോ അവർക്ക് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇങ്ങനെ രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായിട്ട് കുറെ കാലം ഈ സമുദായം പോയി. ഒരളവ് വരെ ഇപ്പോഴും പോകുന്ന അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മള് മതവിദ്യാഭ്യാസം ആദ്യം നിർത്തും. എന്തിന്? എന്റെ കുട്ടി ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, ഇനി അവന് അവിടെ പോകാൻ നേരം കിട്ടൂല. ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ പഠിക്കുന്ന കുട്ടിയെ ഒരു മതപരമായ ക്ലാസ്സിന് പോലും നമ്മൾ വിടൂല. കാരണം എന്താ? അവനതിനൊന്നും സമയമില്ല. പിന്നെ അവനെന്താ ഇത് ഇരുന്നിരുന്ന് കുത്തിയടിച്ച് പഠിച്ച് അവസാനം അവൻ വേറെ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിലേക്ക് പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഞാൻ എല്ലാരും കുറിച്ച് അല്ലേ പറയുന്നു. അങ്ങനെ പോയി തല തിരിഞ്ഞ് നന്ന ചുരുങ്ങിയത് അവനൊരു മതനിഷേധിയെങ്കിലും ആകുന്നത് വരെ അവനെങ്ങനെ വിജ്ഞാനം അന്വേഷിച്ച് മിസ്റ്റർമാരായിട്ട് നടക്കുന്ന ഒരവസ്ഥ. അത്തരം ക്യാമ്പസുകള് ഒരുപാട് ആഭാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും ഒക്കെ ഈറ്റില്ലമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കും. മറുഭാഗത്ത് നമുക്ക് മതപണ്ഡിതന്മാരെന്ന് പറയുന്ന വലിയൊരു വിഭാഗം, അവരാകട്ടെ ഇപ്പറയുന്ന ദുനിയാവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോഴാണ് അതിൽ കുറച്ചെങ്കിലും മാറ്റം. നമ്മുടെ രണ്ടും കൂടി കൊടുക്കുന്ന മതവിദ്യാഭ്യാസവും
ഭൗതിക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിച്ചു കൊണ്ടു കൊടുക്കുന്ന എല്ലാ എല്ലാ നമ്മുടെ വിഭാഗങ്ങളിലും പെട്ട അൽഹംദുലില്ലാ സംഘടനകളുടെ ശ്രമഫലമായി കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ദീനുള്ള മിസ്റ്റർമാരുണ്ട്, ദുനിയാവ് അറിയുന്ന മുല്ലമാരുണ്ട്, ഒരു പരിധി വരെ. പക്ഷെ പോരാ, ആ അർത്ഥത്തിലേക്ക് വളരേണ്ടതുണ്ട് ഈ സമൂഹം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെടുത്ത സമൂഹം ഇത് രണ്ടും കൂടിയ ഒരു സമൂഹമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഖുർആനും ഹദീസും പഠിക്കുകയും ആ കിട്ടിയതിന്റെ വെളിച്ചത്തിൽ അവർ ലോകത്തിലെ വലിയ പണ്ഡിതന്മാരായി നേതാക്കന്മാരായി വളരുകയും ചെയ്തു. ലോകത്ത് വൈജ്ഞാനികമായ വിസ്ഫോടനം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും കാലത്തൊക്കെ പടർന്നുകൊണ്ടിരുന്ന ആ വൈജ്ഞാനികമായ വിസ്ഫോടനം ഉമവികളുടെയും അബ്ബാസികളുടെയും കാലഘട്ടമായപ്പോഴേക്കൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പടർന്നു. അവരിൽ നമ്മൾ ഇന്നും ലോകം അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന ഇമാം റാസിയെ പോലെയുള്ള, ഇബ്നു സീനയെ പോലെയുള്ള, ഫാറാബിയെ പോലെയുള്ള, കിന്ദിയെ പോലെയുള്ള ലോകം ഇന്നും റഫറൻസ് ഗ്രന്ഥങ്ങളായിട്ട് അവരെ പുസ്തകങ്ങൾ ഉപയോഗിക്കും. ഇബ്നു സീന എന്ന് പറയില്ല, പകരം അഭിഷന്നേ പറയും. ഫാറാബിയെ വേറെ എന്തെങ്കിലും പേരിലായിരിക്കുന്ന ഒരു പക്ഷെ നമ്മൾ അറിയപ്പെടുക. പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ ആൾക്കാരാണ്. ഇവരുടെ തഫ്സീറുകൾ കാണാൻ നമുക്ക് കഴിയും. നിങ്ങൾ നോക്ക്, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ ഉണ്ട്. അതേ ഇമാം റാസി തന്നെ ഫിസിക്സിന്റെയും മെഡിസിന്റെയും ആസ്ട്രോളജിയുടെയും ഒക്കെ പുസ്തകങ്ങൾ എഴുതിയ മഹാപണ്ഡിതനാണ്. അതുപോലെ ലോകത്തിന്റെ ഇമാം തൊബരി ചരിത്ര ഗ്രന്ഥം എഴുതിയതാണ്. താരീഖുർ റസൂൽ വൽ മുലൂക്ക് എഴുതിയ ഇമാം തൊബരി തന്നെയാണ് ഇന്ന് ലോകമായി അറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞന്മാരെ കൂട്ടത്തിൽ ഒരാൾ. അനന്തരാവകാശത്തെ കുറിച്ച് എഴുതിയ അതേ തൊബരി തന്നെയാണ് മാത്സിനെ കുറിച്ചും അൽജിബ്രയെ കുറിച്ചും ഒക്കെ വലിയ വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് പോയ കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായം ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ കാണുന്ന പരിഷ്കാരികള്, വിജ്ഞാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന യൂറോപ്പ് വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളാണ്. വെളിച്ചമില്ലാത്ത ഒരു ലൈബ്രറി, ഒരു പുസ്തകം പോലും അവകാശപ്പെടാനില്ലാതെ കൂരിരുട്ടിൽ യൂറോപ്പ് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു സീനയും ഫാറാബിയും കിന്ദിയും ഇബ്നു തൈമിയയും അതുപോലെയുള്ള പണ്ഡിതന്മാരുമൊക്കെ ബാഗ്ദാദിലും ബസറയിലും കൂഫയിലും സ്പെയിനിലുമൊക്കെ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം നടത്താൻ അവിടെ നിന്നിറങ്ങിയ ഗണിതശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഗോളശാസ്ത്രവും അതുപോലെ തന്നെ മറ്റ് ഗണിതങ്ങൾ, മറ്റ് ശാസ്ത്രശാഖകളുമൊക്കെയാണ് ഇന്നും ലോകം റഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടമെത്തിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? യൂറോപ്പും മറ്റു ലോകങ്ങളും ഉണർന്നപ്പോ നമ്മൾ ഉറങ്ങാൻ തുടങ്ങി. അതുവരെ നമ്മൾ ഉണർന്നിരുന്നു, പിന്നെ അവർ ഉണരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഉറങ്ങി. ലോകത്തെ ഏറ്റവും കൂടുതൽ യൂറോപ്പ് ആക്രമണം നടത്തിയത് ഇത്തരം രാജ്യങ്ങളിലാണ്. അവരാദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? ബാഗ്ദാദിലെ ലൈബ്രറികൾ ചുട്ടുകരിക്കുക. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ബാഗ്ദാദിന്റെ ലൈബ്രറികൾ സ്പെയിൻ കീഴടക്കാൻ വേണ്ടി അവർ ആദ്യം ചെയ്തത് സ്പെയിനിന്റെ പള്ളികളിലും പാഠശാലകളിലും ഉണ്ടായിരുന്ന പുസ്തകങ്ങളെ ചുട്ടരിക്കുകയായിരുന്നു. പണ്ഡിതന്മാരെ ജയിലിലടച്ചു. ശാസ്ത്രജ്ഞന്മാരെയും ഗണിതശാസ്ത്രജ്ഞന്മാരെയും ഗോളശാസ്ത്രജ്ഞന്മാരെയും ഡോക്ടർമാരെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അത് മാത്രം മതി എന്നവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അറിവിനെ ഈ രീതിയിൽ കാണാനും അത് നമ്മളെ മക്കളെ പഠിപ്പിക്കാനും നമുക്ക് കഴിയണം. ഇസ്ലാം വിജ്ഞാനത്തെ വേർതിരിച്ച് നിർത്തിയിട്ടില്ല. ഇൽമ് എന്ന പദം കൊണ്ട് അഡ്രസ് ചെയ്തിടത്തൊക്കെ അത് ദീനും ദുനിയാവും കൂടിയ ഒരു വിജ്ഞാനാണ്. എന്റെ മകൻ അത് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. മോനെ, നീ പഠിക്കുന്നത് കണക്കാണെങ്കിലും സയൻസ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ്. മാത്രമല്ല, നിനക്ക് വേണ്ടി മലായിക്കത്തുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ചിറകുകൾക്ക് കീഴെയാണ് നീ ഉള്ളത്. ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ, നീ മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നവനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവൻ പിന്നെ പഴക്കൂല. ഇപ്പൊ അവൻ ചിന്തിക്കണം എന്താണെന്നറിയോ? ഞാൻ മദ്രസയിൽ നിന്നൊക്കെ പോയി, എന്താ കാരണം? എനിക്കിപ്പോ ഒന്നും പഠിക്കാൻ നേരമില്ല. ഇനി ആ മതവിദ്യാഭ്യാസത്തിന് ഇല്ല തന്നെ. അങ്ങനെ പോയി പള്ളി ആദ്യം നിൽക്കും, പിന്നെ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആണ് നിൽക്കും. പിന്നെ അവൻ പള്ളിയിലേക്കില്ല, മറ്റ് ഇസ്ലാമിക കാര്യങ്ങളിലേക്കില്ല. നമ്മളും അതിനെ പ്രോത്സാഹിപ്പിക്കും. നമ്മളെങ്ങാനും അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്താ ഇപ്പൊ അവൻ നമ്മുടെ പരിപാടിക്കൊന്നും വരാത്തത്, അല്ലെങ്കിൽ എന്താ ക്ലാസ്സിന് വരാത്തത്, പള്ളിയിൽ നടക്കുന്ന ഖുർആൻ സ്റ്റഡിക്കുന്ന വരാത്തത്? അവനെവിടെ നേരം? അത് നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞ പരിപാടിയില്ല. എന്റെ കുട്ടിക്ക് പയ്യനടെ നേരം. ഈ എന്റെ കുട്ടിയാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളി വരുമ്പോൾ അറിയുന്നത് എന്റെ കുട്ടി വല്ലാതെ വളർന്നിട്ടുണ്ട്, അവന്റെ പോക്കറ്റില് മറ്റു പലതും തിരികെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, നമ്മുടെ മക്കള് വഴിപിഴച്ചു പോകുന്നതിന്റെ കാരണം ഭൗതികമായ അടിത്തറയിൽ അവരുടെ വിജ്ഞാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ടാണ്. ദീനിന്റെ അടിത്തറയിൽ അവരുടെ വിജ്ഞാനം ആകാശത്തോളം വളരട്ടെ. അവർ ഡോക്ടർമാരാകട്ടെ, എഞ്ചിനീയർമാരാകട്ടെ. ഞാൻ ഡോക്ടർമാർ, എഞ്ചിനീയർ എന്ന് പറയുന്ന ആ രണ്ട് മേഖലയ്ക്ക് മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി പറയാൻ, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് അൽഹംദുലില്ലാ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ട്.
പക്ഷെ നമ്മൾ ഇനിയും കടന്നു ചെല്ലാത്ത കുറെ മേഖലയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫ് പ്രവാസികൾ ഒരു കാലത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത 2 മേഖലയാണ്, ഒന്ന് ഡോക്ടർമാരും ഒന്ന് എഞ്ചിനീയർമാരും. അവിടെ അത്യാവശ്യം അൽഹംദുലില്ലാ നമുക്ക് ആവശ്യത്തിന് ആളായിട്ട്. ഞാൻ എപ്പോഴും ഒരു അധ്യാപകൻ എന്ന നിലക്ക് പറയാറുണ്ട്, ഒരു 10 കൊല്ലത്തിനെങ്കിലും ഇനി ആരും എഞ്ചിനീയറും ഡോക്ടറും ആവരും. വേറെ ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തെ അപ്പാടെ ഗ്രസിക്കുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന സിവിൽ സർവീസ് മേഖലകളുണ്ട്. ഇപ്പോഴും അവിടെ 400ഉം 500ഉം പട്ടിക വരുമ്പോൾ 1ഓ 2ഓ മുസ്ലിം പേരുകളാണുള്ളത്. മറ്റുള്ള പേരുകൾ ഉള്ളതിൽ അസൂയല്ല നമുക്ക്, പക്ഷെ നമ്മളില്ലാത്തതിൽ നമുക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടത്തണം. അവർ കേവലാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, അവര് സർവീസിലേക്ക് വന്നാൽ ഒരു പ്രദേശത്തെ, ഒരു നാടിനെ, ഒരു സംസ്കാരത്തെ, ഒരു ജീവിത രീതിയെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയും കെൽപ്പും കഴിവുമുള്ള പോസ്റ്റുകളിലാണ് അവര് നിയമിക്കപ്പെടുന്നത്. അത്തരം രംഗങ്ങളിലേക്ക് മുസ്ലിം സമൂഹം കടന്നു വരണം. അതും ഈ അർത്ഥത്തിൽ കടന്നു വരണം. നന്നായിട്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസർ കിട്ടിയിട്ടൊരു കാര്യമില്ല. നന്നായിട്ടില്ല. 10 ലക്ഷത്തിന് പകരം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആള് 10 ലക്ഷമേ വാങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ 15 വാങ്ങുന്നുള്ള മാറ്റേ ഉള്ളൂ. ഇപ്പൊ അവിടെ ഇരിക്കുന്നത് ഒരു മുസ്ലിമാണ് എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ അപ്പണിക്ക് പോണ്ട. അതാ ഞാൻ പറഞ്ഞത്, അവൻ എത്ര ആകാശത്തോളം ഉയർന്നു പറന്നാലും, പക്ഷികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് അവര് പടർന്നാലും അള്ളാഹുവിന്റെ പിടുത്തത്തിന്റെ കീഴെയാണ് അവര് എന്നതുപോലെ ദീനിന്റെ അടിത്തറയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പകർന്നു കൊടുത്ത ഒരു പടച്ചോനെ പേടി, അങ്ങനെയുണ്ടല്ലോ, ഒരു റബ്ബിനെ പേടി പകർന്നു കൊടുത്തുകൊണ്ടാണ് ആ വിജ്ഞാനം നമ്മൾ അവർക്ക് നൽകുന്നതെങ്കിൽ അവരെ കളക്ടറായാലും, അവർ എവിടെ ചെന്നാലും, അവർ വില്ലേജ് ഓഫീസറായാലും, അവർ പഞ്ചായത്തിൽ ചെന്നാലും, വില്ലേജ് ചെന്നാലും, താലൂക്ക് ചെന്നാലും, അവർ MLA ആയാലും MP ആയാലും, അവർ മുഖ്യമന്ത്രി ആയാലും ശരി, അവരവസ്ഥയിൽ നിൽക്കും. ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പറഞ്ഞതിന് ഇൽമുൻ നാഫി എന്നിട്ട് പറയൂല. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ. അത് ഇൽമുൻ നാഫിയെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റസൂല് പറഞ്ഞത് 3 കാര്യങ്ങളെ പഠിച്ചതിന് ശേഷം കിട്ടുള്ളൂ. ഒന്ന്, നമ്മൾ ചെയ്ത അമല്. രണ്ടാമത്തത് ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, അവൻ ഉപകാരപ്പെടുന്ന ഇൽമ്. ആ ഇൽമ് ഉപയോഗിച്ചിട്ട് അവൻ ചെയ്ത നന്മകൾ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ. അത് ഡോക്ടറാണെങ്കിൽ നമ്മൾ ചില ഡോക്ടർമാരെ കുറിച്ച് പറയാറില്ലേ, അയാള് ഒരു വെളിച്ചമായിരുന്നു ആ പ്രദേശത്ത്. അയാളും ചെയ്തത് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നോക്കൽ തന്നെയാണ്. പക്ഷെ അയാളെ കുറിച്ച് നമ്മൾ മരിച്ചു പോയപ്പോ പറയും, അയാൾ ആ പ്രദേശത്തിന്റെ വെളിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയും, ഞാൻ വൈകുന്നേരം ചെന്ന് ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ ആളെ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം ആരാണ്, എന്താ നിങ്ങളെ പ്രശ്നം, രോഗം പറഞ്ഞപ്പോ ഒരു പേപ്പർ വലിച്ചു കയറിയിട്ട് അദ്ദേഹം എഴുതി കൊടുത്തു, ഞാനത് കുടിച്ച് എന്റെ രോഗം മാറി. പിന്നെയാണ് അറിയുന്നത് അത് ഇന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഫീസും വേണ്ട, ഒന്നും വേണ്ട. അത്തരത്തിലുള്ള ആളുകൾ ഇവിടുന്ന് കടന്നുപോയില്ലേ. അവരുടെ വിജ്ഞാനത്തെ കുറിച്ചാ പറഞ്ഞത് ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം. അത് വില്ലേജ് ഓഫീസറായാലും, താലൂക്ക് ഓഫീസറായാലും, ജില്ലാ കളക്ടറായാലും, മന്ത്രിയായാലും, MLA ആയാലും ഒക്കെ അവനവന് കിട്ടിയ വിജ്ഞാനം ഉപകാരപ്പെടണം. അതേ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഖബറുകളിലേക്ക് അവർ വരണം. അതാ 3ാമത് പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ആ മക്കൾ അങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇൽമുൽ യൻതഫി നാഫിയ ഇൽമു കൊടുക്കണം. എന്നാലേ അവരങ്ങോട്ട് വരൂ. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടല്ല വരിക. അവിടെ അതിന്റെ അടുത്തൊരു പള്ളിയുണ്ട്, ഞാനാണ്ട് പോയിട്ട് കുറെ കാലയിക്കണ്. അതുകൊണ്ട് എന്നെ കണ്ടാൽ ഇപ്പൊ ആളുകൾ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പള്ളിക്കാട്ടിക്ക് വരൂല. പള്ളിക്കാട്ടിന്റെ തൊട്ടടുത്താണ് മതില്, ആ മതിലിന്റെ അപ്പുറത്ത് കൂടി പോകും. അങ്ങനത്തെ മക്കളാവരുത്. മക്കളാവാതിരിക്കണമെങ്കിൽ വിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിപ്പോ ഒരു വലിയ ഇൻവെസ്റ്റ് ആണ്, ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ് ആണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവനും ഉപകാരപ്പെടണം, നിങ്ങൾക്കും ഉപകാരപ്പെടണം, നമുക്ക് ഉപകാരപ്പെടണം. അത്തരത്തിലുള്ള വിജ്ഞാനം ആവാൻ നമ്മൾ അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ മക്കളെ ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തുമാറാകട്ടെ. അള്ളാഹുവിന് ഉപകാരപ്പെടുന്ന, ദീനിന് ഉപകാരപ്പെടുന്ന, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളായി, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, നമുക്ക് അല്ലാഹു അവരെ നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.